യൂട്യൂബ് ഷോർട്ട് വീഡിയോ ആഡ് റവന്യൂവും ലോങ് വീഡിയോ ആഡ് റവന്യൂവും തമ്മിലുള്ളൊരു കമ്പാരിസൺ ആണ് ഈ വീഡിയോ. ഏതാണ് കൂടുതൽ പ്രോഫിറ്റബിൾ, 1000 വ്യൂസിന് എത്ര കിട്ടും തുടങ്ങിയ കാര്യങ്ങളൊക്കെ എക്സാമ്പിളോട് കൂടി നമുക്ക് ഈ വീഡിയോയിലൂടെ നോക്കാം. 2023 ഫെബ്രുവരി 1 യൂട്യൂബ് ഷോർട്ട് മോണിറ്റൈസേഷൻ കൊണ്ടുവരുന്നത്. ഇതിനു മുൻപ് ഷോർട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നവർക്ക് കൂടുതൽ വ്യൂസ് ലഭിക്കുന്നവർക്ക് ഷോർട്ട് ബോണസ് ആണ് കൊടുത്തുകൊണ്ടിരുന്നത്. ഇത് $100 തൊട്ട് $1000 വരെയൊക്കെ ആയിരുന്നു. ഇതിനുശേഷം ഷോർട്ട് മോണിറ്റൈസേഷൻ വന്നതോടുകൂടി ഇത് നിർത്തലായി. പിന്നീട് ഇപ്പോൾ ആഡ്സിലൂടെയാണ് റവന്യൂ ലഭിക്കുന്നത്. ഒരു ഷോർട്ട് ചാനൽ മോണിറ്റൈസ് ചെയ്യാൻ 1000 സബ്സ്ക്രൈബേഴ്സും 10 മില്യൺ ഷോർട്ട് വ്യൂസും 3 മാസത്തിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്യണം. ലോങ് വീഡിയോസിലാണെങ്കിൽ 4000 വാച്ച് ടൈമും 1000 സബ്സ്ക്രൈബേഴ്സും 1 വർഷത്തിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്താൽ മതിയാകും. ഷോർട്ട് വീഡിയോസും ലോങ് വീഡിയോസും ഒരുമിച്ച് അപ്ലോഡ് ചെയ്യുന്ന ഒരു ചാനലാണെങ്കിൽ ഇതിലേതെങ്കിലും ഒന്ന് കംപ്ലീറ്റ് ചെയ്താൽ മതിയാകും. ഇതുകൂടാതെ 500 സബ്സ്ക്രൈബേഴ്സും 3000 വാച്ച് ടൈമും 1 വർഷത്തിനുള്ളിൽ ലോങ് വീഡിയോയിൽ നിന്ന് ലഭിച്ചാൽ ഭാഗികമായിട്ട് മോണിറ്റൈസ് ചെയ്യാൻ സാധിക്കും. ഷോർട്സിൽ ഇത് 500 സബ്സ്ക്രൈബേഴ്സും 3 മില്യൺ ഷോർട്ട് വ്യൂസുമാണ്. ഇത് 90 ദിവസത്തിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്യണം. പക്ഷേ ഇതിലൂടെ ആഡ്സ് റവന്യൂ ലഭിക്കില്ല. മറ്റ് രീതിയിലൊക്കെ ആയിരിക്കും ഏൺ ചെയ്യാൻ സാധിക്കുന്നത്. ലോങ് വീഡിയോസിൽ മെയിനായിട്ട് 3 തരം ആഡ്സ് ആണ് ഉള്ളത്: സ്കിപ്പബിൾ ആഡ്സ്, നോൺ സ്കിപ്പബിൾ ആഡ്സ്, ഡിസ്പ്ലേ ആഡ്സ്. ഇത് കൂടാതെ 8 മിനിറ്റിന് മുകളിലുള്ള വീഡിയോസിൽ മാനുവലായിട്ട് നമുക്ക് ആഡ്സ് പോയിന്റ് സെറ്റ് ചെയ്യാൻ സാധിക്കും. സാധാരണ 8 മിനിറ്റിന് താഴെയുള്ള വീഡിയോസിൽ വീഡിയോയുടെ തുടക്കത്തിലും എൻഡിലുമായിരിക്കും ആഡ്സ് വരാറുള്ളത്. എന്നാൽ 8 മിനിറ്റിന് മുകളിലുള്ള വീഡിയോസിൽ നമുക്ക് വീഡിയോയുടെ മിഡിൽ പോർഷനിലും ആഡ്സ് സെറ്റ് ചെയ്യാൻ സാധിക്കും. പക്ഷേ ഷോർട്ട് വീഡിയോസിൽ ഓരോ വീഡിയോസിലും ആഡ്സ് ഇല്ല. ഷോർട്ട് ഫീഡിലൂടെ വരുന്ന ഓരോ വീഡിയോസിന്റെയും ഇടയ്ക്കാണ് ആഡ്സ് വരുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോസിന്റെ ശേഷവും മുൻപും ഒക്കെ വരുന്ന ആഡ്സ് അനുസരിച്ചാണ് റവന്യൂ ലഭിക്കുന്നത്. എല്ലാ ചാനലിലും ഒരേപോലെയുള്ള റവന്യൂ അല്ല ലഭിക്കുന്നത്. പല പല കാരണങ്ങൾ കൊണ്ട് CPM കൂടാം അല്ലെങ്കിൽ കുറയാം. 1000 വ്യൂസിന് അഡ്വർടൈസേഴ്സ് ആഡ്സിന് വേണ്ടി സ്പെൻഡ് ചെയ്യുന്ന തുകയാണ് CPM അഥവാ കോസ്റ്റ് പെർ മില്ലി. കൂടുതൽ CPM ഉള്ള വീഡിയോയിൽ നിന്ന് കൂടുതൽ റവന്യൂ ലഭിക്കും. ഓരോരുത്തരുടെയും നീഷ് അനുസരിച്ച് ഇതിൽ വ്യത്യാസം വരാം. അതുപോലെ തന്നെ ജിയോഗ്രഫി, ഫെസ്റ്റിവൽ സീസൺ ഒക്കെ മാറുന്നതനുസരിച്ച് CPM-ൽ മാറ്റം വരുന്നതാണ്. അതായത് നിങ്ങൾക്ക് പുറത്തു നിന്നാണ് കൂടുതൽ വ്യൂസ് ലഭിക്കുന്നതെങ്കിൽ, USA പോലെയുള്ള രാജ്യങ്ങളിൽ നിന്നാണ് കൂടുതൽ വ്യൂസ് ലഭിക്കുന്നതെങ്കിൽ നിങ്ങളുടെ വീഡിയോയിൽ കാണിക്കുന്നത് അവിടുത്തെ ആഡ്സ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ അതിന്റെ CPM-ഉം കൂടുതലായിരിക്കും ലഭിക്കുന്നത്. ചാനൽ മോണിറ്റൈസ്ഡ് ആയ ശേഷം ഈ CPM നമുക്ക് അനലിറ്റിക്സിൽ കാണാൻ സാധിക്കും. പക്ഷേ ഈ CPM-ൽ കാണിക്കുന്ന തുക നമുക്ക് ലഭിക്കില്ല. ലോങ് വീഡിയോസിൽ 45% റവന്യൂ യൂട്യൂബ് എടുക്കും. ബാക്കിയുള്ള 55% ആണ് നമുക്ക് ലഭിക്കുന്നത്. 1000 വ്യൂസിന് നമുക്ക് ലഭിക്കുന്ന തുകയാണ് RPM എന്ന് പറയുന്നത്. ഷോർട്സിലാണെങ്കിൽ ആഡ്സിൽ നിന്ന് ലഭിക്കുന്ന 55% റവന്യൂ യൂട്യൂബും 45% ക്രിയേറ്റേഴ്സിനുമാണ് ലഭിക്കുന്നത്. ഷോർട്ട് വീഡിയോയുടെ അനലിറ്റിക്സിൽ നമുക്ക് CPM കാണാൻ സാധിക്കില്ല. RPM ആണ് കാണിച്ചിട്ടുള്ളത്. ഇന്ത്യൻ യൂട്യൂബേഴ്സിന് ലോങ് വീഡിയോസിൽ നിന്ന് ഏകദേശം 1 RPM-ന് താഴെയൊക്കെയാണ് ലഭിക്കുന്നത്. വീഡിയോയുടെ ഡ്യൂറേഷനും നീഷും ഓഡിയൻസിന്റെ ജിയോഗ്രഫിയും ഒക്കെ അനുസരിച്ച് ഇതിൽ വ്യത്യാസം വരാം. ഇനി ഷോർട്സിലേക്ക് വരികയാണെങ്കിൽ RPM ആവറേജ് 0.1 ഒക്കെയാണ് കിട്ടുന്നത്. ഇനി ലോങ് വീഡിയോസിന്റെയും ഷോർട്ട് വീഡിയോസിന്റെയും റവന്യൂ നമുക്ക് താരതമ്യം ചെയ്ത് നോക്കാം. ഞാനിപ്പോൾ ഇവിടെ എൻ്റെ ഒരു ചാനലിന്റെ അനലിറ്റിക്സ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ ഇത് ലാസ്റ്റ് 28 ദിവസത്തിലുള്ള റിസൾട്ടാണ് ഇവിടെ കാണുന്നത്. 8 ലക്ഷത്തിന് മുകളിൽ വ്യൂസ് ലഭിച്ചിട്ടുണ്ട്. $35 ആണ് ഇതിൽ നിന്ന് ലഭിച്ചിട്ടുള്ളത്. ഇത് ലോങ് വീഡിയോസിന്റെ വ്യൂസും ഷോർട്ട് വീഡിയോസിന്റെ വ്യൂസും ഒരുമിച്ചുള്ളതാണ്. ഇത് രണ്ടും ഞാൻ സെപ്പറേറ്റ് ആയിട്ട് കാണിച്ചു തരാം. ഓക്കെ, ഞാനിപ്പോൾ ഇവിടെ റവന്യൂ സെക്ഷൻ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇതിലിപ്പോൾ വാച്ച് പേജ് ആഡ്സും ഷോർട്ട് ഫീഡ് ആഡ്സും എന്നും കാണാം. ഇതിൽ വാച്ച് പേജ് ആഡ്സ് ആണ് ലോങ് വീഡിയോസിൽ നിന്നുള്ളത്. ഇതിലെ വാച്ച് പേജ് ആഡ്സ് നമുക്ക് നോക്കാം. ഓക്കെ, $26 ആണ് ലോങ് വീഡിയോസിൽ നിന്ന് ലഭിച്ചത്. ഇത് എത്ര വ്യൂസിൽ നിന്നാണ് ലഭിച്ചതെന്ന് നമുക്ക് നോക്കാം. ഇതിൽ കണ്ടന്റ് സെലക്ട് ചെയ്യുമ്പോൾ ഇവിടെ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് കാണാം. ഇതിൽ വ്യൂസ് എന്നുള്ളത് നമുക്ക് സെലക്ട് ചെയ്യാം. 28 ഡേയ്സിൽ ഷോർട്സിൽ നിന്നാണ് 8 ലക്ഷം വ്യൂസ് ലഭിച്ചിട്ടുള്ളത്. ലോങ് വീഡിയോസിൽ നിന്ന് 48,000 വ്യൂസുമാണ് കിട്ടിയിട്ടുള്ളത്. ഈ 48,000 വ്യൂസിൽ നിന്നാണ് $28 ലഭിച്ചത്. ഇനി ഷോർട്ട് ഫീഡ് ആഡ്സ് നോക്കാം. $8 ആണ് ഇതിലുള്ളത്. 8 ലക്ഷം വ്യൂസിൽ നിന്നാണ് $8 കിട്ടിയത്. ഇതിൻ്റെ രണ്ടിൻ്റെയും RPM നമുക്കൊന്ന് നോക്കാം. ഓക്കെ, ലോങ് വീഡിയോസിൻ്റെ RPM $0.57 ആണ്. അതായത് 1000 വ്യൂസിന് $0.57 ആണ് കിട്ടിയത്.
ഇനി ഷോർട്സിൻ്റെ RPM നോക്കാം. ഓക്കെ, ഇതിവിടെ വന്നിട്ടുണ്ട്. ഷോർട്സിൻ്റെ RPM 0.01 ആണ്. അപ്പോൾ ഷോർട്സിൽ നിന്ന് ഏകദേശം ഇത്രയും RPM മാത്രമേ കിട്ടാൻ സാധ്യതയുള്ളൂ. നീഷ് മാറുന്നതനുസരിച്ച് ഇതിൽ വ്യത്യാസമൊക്കെ വരാം. വിദേശത്തുള്ള ചാനലുകളിൽ 0.8 വരെ RPM കിട്ടുന്നതായിട്ട് പല യൂട്യൂബേഴ്സും പറഞ്ഞത് കേട്ടിട്ടുണ്ട്. ഇന്ത്യയിൽ പൊതുവെ കുറവാണ് RPM ഷോർട്സിൽ നിന്നും ലോങ്ങിൽ നിന്നുമൊക്കെ ലഭിക്കുന്നത്. അപ്പോൾ ഈ ഒരു ചാനലിൻ്റെ ടോപ്പ് വീഡിയോസിൻ്റെ റവന്യൂ കൂടി നമുക്കൊന്ന് നോക്കാം. ആദ്യം കൂടുതൽ വ്യൂസ് കിട്ടിയ ഒരു ലോങ് വീഡിയോ നമുക്ക് നോക്കാം. ഓക്കെ, ടോപ്പ് വീഡിയോയ്ക്ക് ഏകദേശം 91,000 വ്യൂസ് ആണ് ഉള്ളത്. ഏകദേശം 1 ലക്ഷത്തിന് അടുത്ത് ഉണ്ട്. ഇതിൻ്റെ അനലിറ്റിക്സ് നമുക്കൊന്ന് നോക്കാം. $29 ആണ് ഇതിൽ നിന്ന് ലഭിച്ചിട്ടുള്ളത്. ഇനി ഇതിൻ്റെ RPM കൂടി നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ഇതിൽ റവന്യൂ സെലക്ട് ചെയ്യാം. ഓക്കെ, ഇവിടെ ഇപ്പോൾ നമുക്ക് RPM കാണാൻ സാധിക്കും. $0.33 ആണ് ഈ വീഡിയോയുടെ RPM. ഈ ഒരു വീഡിയോ ഒരു ട്യൂട്ടോറിയൽ നീഷിലുള്ള വീഡിയോയാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ RPM CPM ഒക്കെ വളരെ കുറവാണുള്ളത്. മാത്രമല്ല ഇത് 2 മിനിറ്റുള്ളൊരു വീഡിയോ കൂടിയാണ്. ഇനി നമുക്ക് കൂടുതൽ വ്യൂസ് കിട്ടിയ ഒരു ഷോർട്ട് വീഡിയോ കൂടി നോക്കാം. ഓക്കെ, കൂടുതൽ വ്യൂസ് കിട്ടിയൊരു ഷോർട്ട് വീഡിയോ ഞാനിവിടെ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ അനലിറ്റിക്സ് ഒന്ന് നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. 3.9 മില്യൺ വ്യൂസ് ലഭിച്ചൊരു ഷോർട്ട് വീഡിയോ ആണിത്. ഓക്കെ, ഇതിൻ്റെ റവന്യൂ സെക്ഷൻ നമുക്കൊന്ന് നോക്കാം. $19 ആണ് 3.9 മില്യൺ ഷോർട്ട് വ്യൂസിൽ നിന്ന് ലഭിച്ചിട്ടുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഷോർട്ട് വീഡിയോയിൽ നിന്ന് ലഭിക്കുന്ന RPM സാധാരണയായിട്ട് 0.01 ആണെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഈ വീഡിയോയുടെ RPM ഒന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഈ ഒരു വീഡിയോയുടെ RPM 0.05 ആണ്. അപ്പോൾ ഇത് കൂടുതലാണ്. സാധാരണയായിട്ട് എനിക്ക് ലഭിക്കുന്നതിലും കൂടുതലാണ്. ഇത് എങ്ങനെയാണ് കിട്ടിയതെന്ന് ഞാൻ പറഞ്ഞു തരാം. ഇതിൻ്റെ ഓഡിയൻസ് നമുക്ക് സെലക്ട് ചെയ്ത് നോക്കാം. ഓക്കെ, ഓഡിയൻസ് സെക്ഷൻ ഓപ്പൺ ആയിട്ടുണ്ട്. ഇതിൽ നമുക്ക് ജിയോഗ്രഫി സെലക്ട് ചെയ്യാം. ഓക്കെ, നമുക്ക് ജിയോഗ്രഫി ഇപ്പോൾ ഇവിടെ കാണാൻ സാധിക്കും. കൂടുതലും ഇന്ത്യയിൽ നിന്നാണ് വ്യൂസ് ലഭിച്ചിരിക്കുന്നത്. വീഡിയോ അപ്ലോഡ് ചെയ്ത സമയത്താണ് ഇന്ത്യയിൽ നിന്ന് കൂടുതൽ വ്യൂസ് ലഭിച്ചത്. അതിനുശേഷം ഇപ്പോഴത്തെ വ്യൂസ് കൂടുതലും കിട്ടുന്നത് പുറത്തു നിന്നാണ്. ഇവിടെ നോക്കിയാൽ നമുക്ക് കാണാം ഇന്ത്യയിൽ നിന്നല്ലാതെ മറ്റ് രാജ്യത്തിൽ നിന്ന് ഒരുപാട് വ്യൂസ് നമുക്ക് ഇപ്പോൾ ഈ വീഡിയോയ്ക്ക് ലഭിക്കുന്നുണ്ട്. സോ അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോയുടെ RPM കൂടിയത്. ഇപ്പോഴും ഈ ഒരു വീഡിയോയ്ക്ക് വ്യൂസ് ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് ഷോർട്ട് വീഡിയോസിൻ്റെ റവന്യൂവും ലോങ് വീഡിയോസിൻ്റെ റവന്യൂവും തമ്മിലുള്ള വ്യത്യാസം ഏകദേശം മനസ്സിലായിട്ടുണ്ടായിരിക്കും. ഞാൻ ഇപ്പോൾ കാണിച്ച ചാനലിൽ ട്യൂട്ടോറിയൽ വീഡിയോസ് ആണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നത്. ഈ ഒരു നീഷ് വളരെ ലോ CPM ഉള്ളൊരു നീഷാണ്. $100 ഒക്കെ കംപ്ലീറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് യൂട്യൂബിൽ നിന്ന് ക്യാഷ് വിഡ്രോ ചെയ്യാൻ സാധിക്കുന്നത്. ഈ ഒരു ചാനലിലൂടെ എനിക്ക് എല്ലാ മാസവും $100 കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കില്ല. ഇതിൽ കൂടുതലും ഞാൻ ഷോർട്ട് വീഡിയോസ് ആണ് അപ്ലോഡ് ചെയ്യുന്നതും. അതുകൊണ്ട് തന്നെ ഇതെനിക്കൊരു സൈഡ് ഇൻകം ആണ്. അപ്പോൾ ഷോർട്സ് ആണോ അതോ ലോങ് വീഡിയോസ് ആണോ പ്രോഫിറ്റബിൾ എന്ന് ചോദിച്ചാൽ ലോങ് വീഡിയോസ് ആണെന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം ലോങ് വീഡിയോസിൽ നിന്ന് 55% റവന്യൂ ഷെയർ ആയിട്ട് നമുക്ക് ലഭിക്കും. ഇതൊരു നല്ല കാര്യമാണ്. ഷോർട്സിൽ നിന്ന് നമുക്ക് 45% മാത്രമാണ് ലഭിക്കുന്നത്. അത് മാത്രമല്ല RPM ലോങ് വീഡിയോസിൽ കൂടുതലാണ്. ലോങ് വീഡിയോസിൽ നിന്ന് കൂടുതൽ വ്യൂസ് സ്ഥിരമായിട്ട് കിട്ടുകയാണെങ്കിൽ ലോങ് വീഡിയോസിലൂടെ കൂടുതൽ റവന്യൂ നമുക്ക് സ്ഥിരമായിട്ട് ഏൺ ചെയ്യാൻ സാധിക്കും. ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന ഒരു ചാനലിൽ ഓരോ വീഡിയോസിനും ലക്ഷക്കണക്കിന് വ്യൂസ് കിട്ടുന്ന രീതിയിൽ വളർത്തിയെടുക്കുകയാണെങ്കിൽ ഫുൾ ടൈം ആയിട്ട് നമുക്കിത് ചെയ്യാവുന്നതാണ്. ഷോർട്ട് ചാനൽ നമുക്ക് നല്ലൊരു സൈഡ് ഇൻകം ആയിട്ട് കൊണ്ടുപോകാൻ സാധിക്കും. കാരണം ഷോർട്സ് ക്രിയേറ്റ് ചെയ്യാനും അധികം സമയം ആവശ്യമായിട്ട് വരുന്നില്ല. ലോങ് വീഡിയോസ് ക്രിയേറ്റ് ചെയ്യുന്ന ടൈം കൊണ്ട് നമുക്ക് കൂടുതൽ ഷോർട്ട് വീഡിയോസ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും.